Hi dear students, welcome back to Accoblitz. Management Accounting Previous Year Question Paper June 2022. ജൂൺ 2022 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ബജറ്റിംഗ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ബജറ്റിംഗ് എഴുതിയാൽ 3 മാർക്ക്, അഡ്വാൻറ്റേജസ് എഴുതിയാൽ 7 മാർക്ക്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിൽ എന്താണ് ബജറ്റിംഗ്? ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ ടേംസിന്റെ ബേസിസിൽ പ്ലാൻ ചെയ്യണ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണീനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണീനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഫ്യൂച്ചറിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഇൻകംസും അതേപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ബജറ്റിംഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ആക്ടിവിറ്റീസിന്റെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ബജറ്റിംഗ്. അപ്പൊ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണേനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഇൻകം എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബജറ്റിംഗ്, അല്ലെ? ഇപ്പം ഫ്യൂച്ചർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഈ ഒരു ബജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കൺട്രോൾ ടൂൾ ആണ്. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു കൺട്രോൾ ടൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ബജറ്റിംഗ്. നെക്സ്റ്റ് വൺ, എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. വേസ്റ്റേജ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടും ആ റിസോഴ്സസിനെയൊക്കെ എഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടും എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് ബജറ്റിംഗ്. നെക്സ്റ്റ് വൺ ആണ്, ഇംപ്രൂവ്സ് കോർഡിനേഷന്. എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ് ഈ ഒരു ബജറ്റിംഗ്. ഈ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഒരു കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്ത് തരുന്നതാണ് ബജറ്റിംഗ്. നെക്സ്റ്റ് വൺ ആണ്, മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. അതായത് ഓരോ എംപ്ലോയീസിനും നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ ടാർഗറ്റ്സും ഒബ്ജക്റ്റീവ്സും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസിനും അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, റോൾ എന്താണ് എന്നുള്ളത് ഓൾറെഡി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബജറ്റിംഗ്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബജറ്റിംഗ്. കാരണം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഒരു എസ്റ്റിമേറ്റഡ് ഡാറ്റേന്റെ ബേസിലാണ്. അപ്പൊ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളത് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്റ്റിമേറ്റഡ് ഡാറ്റേന്റെ ബേസിസിലാണ് എന്ത് ചെയ്യണത്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹെൽപ്പ് ചെയ്യണമുണ്ട്. നെക്സ്റ്റ് വൺ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് പ്രോബ്ലംസ് ഒക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ബജറ്റിംഗ്, അല്ലെ? ഇപ്പൊ പ്രോബ്ലംസ് ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചാല് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് ടേക്കൺ ചെയ്യാൻ ഈ ഒരു ബജറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഡിസ്കസ് ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് ബജറ്റിംഗ്. പെർഫോമൻസ് ബജറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പൊ പെർഫോമൻസ് ബജറ്റിംഗിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അതില് നമ്മൾ എന്ത് ചെയ്യാ, ഒരു പെർഫോമൻസ് ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പെർഫോമൻസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ബജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുക. എൻറ്റയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടല്ല, ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്യണേനെയാണ് പെർഫോമൻസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെപ്സ്, ഫസ്റ്റ് വൺ, സെറ്റ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം എന്ത് ചെയ്യുക, എന്താണ് ആ ഒരു ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാൻ വേണ്ടത് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഡിഫൈൻ വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോള് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ആ ആക്ടിവിറ്റീസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആൻഡ് തേർഡ് വൺ, ഫിക്സ് ടാർഗറ്റ്സ്. അതായത് ഈ ഒരു
ഓരോ ആക്ടിവിറ്റിക്കും ഇപ്പം കുറെ ആക്ടിവിറ്റീസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യണത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണത്. ആൻഡ് പിന്നെന്താണ് ഓരോ ആക്ടിവിറ്റിയിലും ഇൻക്ലൂഡ് ചെയ്യണ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ടാർഗറ്റ് എന്താണ് എന്നുള്ളത് ഫിക്സ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഓരോ ആക്ടിവിറ്റിയിലും വരുന്ന പെർഫോമൻസ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വൺ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ആക്ടിവിറ്റിക്കും എന്തൊക്കെ ബജറ്റ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് വേണ്ട റിസോഴ്സസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫിഫ്ത് വൺ എന്താണ്, ഈ ഒരു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. പ്ലാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക, ക്യാരി ഔട്ട് ചെയ്യുക. ആൻഡ് സിക്സ്ത് വൺ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യുമ്പം എന്ത് ചെയ്യുക, ഈ ഒരു പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റിനനുസരിച്ചിട്ടാണോ പോകുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് സിക്സ്ത് സ്റ്റെപ്പിൽ വരുന്നത്. ആൻഡ് സെവൻത് വൺ ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവ്മെന്റ്. എന്നിട്ട് റിസൾട്ട് ഉണ്ടാവും അല്ലെ. ഈ ഒരു പെർഫോമൻസ് ബജറ്റ് നടന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഈ റിസൾട്ട് എന്ത് യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ബജറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഇംപ്രൂവ് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസൾട്ടിനെ യൂസ് ചെയ്യുക. ഇത്രയാണ് ഈ ഒരു പെർഫോമൻസ് ബജറ്റിംഗിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിംഗ് ഡിസിഷൻ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രൈസിംഗ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പ്രൈസിംഗ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എഴുതാണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് എഴുതാനുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ മാർക്കറ്റ് ഡിമാൻഡ്. അതായത് ഇപ്പം ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. അതേപോലെ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ലോ പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹൈ ഡിമാൻഡ് മേ അലോ ഹയർ പ്രൈസസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഹൈ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റിന് ലോവർ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോ പ്രൈസ് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് കോമ്പറ്റീഷൻ. അതായത് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസസ് നോക്കിയിട്ട് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് സെറ്റ് ചെയ്യുക. അപ്പം കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്താണ് പറയുന്നത് കാര്യമായിട്ട്, നമ്മളുടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഒരു നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് തേർഡ് വൺ കൺസ്യൂമർ പ്രിഫറൻസസ്. കൺസ്യൂമറിന്റെ പ്രിഫറൻസ് നമ്മളുടെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. കാരണം ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് അയാൾക്കത് ആവശ്യമുണ്ട്, അയാൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഹയർ പ്രൈസ് തരാനും തയ്യാറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഡക്റ്റിന് ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രോഡക്റ്റിന് അത്ര വലിയ വാല്യൂ ഒന്നും കൽപ്പിക്കണില്ല, അയാൾക്ക് അത് ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പം കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസസ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രൈസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാട്ട് കസ്റ്റമേഴ്സ് വാണ്ട്. എന്താണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് എന്നും അവരത് പേ ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഗവൺമെന്റ് പോളിസീസ്. ഇപ്പം ഗവൺമെന്റ് കുറെ പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പം പ്രൈസ് ചില പ്രോഡക്റ്റിനൊക്കെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ടാക്സ് പ്രോഡക്ട്സിലൊക്കെ ചുമത്തുന്നുണ്ട്, അവരുടെ റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചുമത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഗവൺമെന്റ് പോളിസീസ് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് കണ്ടീഷൻ. എക്കണോമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഫ്ലേഷൻ പീരീഡ് ഉണ്ടാവും. ഇൻഫ്ലേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം അല്ലെ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എന്താണ്, അതൊക്കെ എക്കണോമിക് കണ്ടീഷന്റെ ഒരു ഭാഗമാണ്. അതേപോലെ റിസഷന് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരു എക്കണോമിക് കണ്ടീഷൻസ് ആണ്. അപ്പം ഇൻഫ്ലേഷൻ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പ്രോഡക്റ്റിന് ഹയർ പ്രൈസസ് ചാർജ് ചെയ്യാൻ പറ്റും. റിസഷൻ പീരീഡിൽ നമുക്ക് ലോവർ പ്രൈസേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൾക്കാരുടെ കയ്യിലൊന്നും എന്തുണ്ടാവൂല, പൈസ ഉണ്ടാവൂല. അങ്ങനെ ആ ഒരു എക്കണോമിക് കണ്ടീഷന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ ഒരു പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് സപ്ലയേഴ്സ് പ്രൈസസ്. സപ്ലയേഴ്സ് പ്രൈസസ് എന്ന് പറഞ്ഞാല് സപ്ലയർ
ഒരു അവർ പ്രൊവൈഡ് ചെയ്യണ പ്രോഡക്ട്സിനെ എന്തൊക്കെ വിലകളാണ് ചുമത്തുന്നത് എന്നുള്ളത് ഒരു പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഒരു റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂട്ടിയാല് നമ്മൾ ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താവും, ആ ഒരു പ്രൈസിന്റെ കോസ്റ്റ്, ആ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അവിടെ കൂടും അല്ലെ. അപ്പം അതാണ് പറയുന്നത് സപ്ലയേഴ്സ് പ്രൈസ്. ഇഫ് ഇൻപുട്ട് കോസ്റ്റ് റൈസ്, അതായത് അവര് നൽകുന്ന റോ മെറ്റീരിയലിന്റെ എമൗണ്ട് കൂടിയാല് എന്ത് ചെയ്യും, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും. അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ ആണ് ടെക്നോളജി ചേഞ്ചസ്. അതായത് ഭയങ്കരമായിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറക്കാൻ പറ്റും. അപ്പം ഇത് ടെക്നോളജിക്കൽ ചേഞ്ചസ് പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ലീഗൽ ഫാക്ടേഴ്സ്. അതായത് കുറെ ലീഗൽ ഫാക്ടേഴ്സ് നമ്മളുടെ ഈ ഒരു എക്കണോമിയിലുണ്ട് അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് ഒക്കെ, കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ലോസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലോസ് ഒക്കെ ഈ ഒരു പ്രൈസിംഗ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പം ചില പ്രോഡക്റ്റിനൊക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള പ്രോഡക്ട്സിനൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഗുലേഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊന്നും ഹയർ പ്രൈസസ് ഒന്നും ചാർജ് ചെയ്യാൻ പറ്റൂല. അതാണ് ഇവിടെ പറയുന്നത് ലീഗൽ ഫാക്ടേഴ്സ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഗ്ലോബലി ഉണ്ടാവുന്ന ഫാക്ടേഴ്സ്. ഇപ്പം എക്സ്ചേഞ്ച് റേറ്റ്, അതേപോലെ തന്നെ ട്രേഡ്, ഗ്ലോബലി വരുന്ന ട്രേഡ് പോളിസീസ്, ഗ്ലോബലി വരുന്ന ഡിമാൻഡ് തുടങ്ങിയിട്ടുള്ളതൊക്കെ പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത്രയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിനും 5 മാർക്ക് വീതാണുള്ളത്. 6 കാറ്റഗറീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള 4 എഴുതിയാൽ മതി. അങ്ങനെയാണ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെസിജ്വൽ ഇൻകം എന്താണ് എന്നുള്ളത്. റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണേല് നമ്മൾ ഒരു ഓർഗനൈസേഷന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മിനിമം റിട്ടേൺ നമുക്ക് ഇത്ര കിട്ടണം എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവര് വിചാരിക്കാണ് അതിൽ നിന്ന് നമുക്കൊരു 1000 രൂപ എന്ത് ചെയ്യണം, റിട്ടേൺ കിട്ടണം എന്ന് വിചാരിക്കാണ്. ഓക്കെ, അപ്പം 10,000 രൂപയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1000 രൂപ റിട്ടേൺ കിട്ടണം എന്ന് അവർ വിചാരിക്കാണ്. പക്ഷെ അവർക്ക് റിട്ടേൺ ആയിട്ട് 1200 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു 200 രൂപ ഉണ്ടല്ലോ, ഈ 200നെയാണ് എന്തെന്ന് പറയുന്നത്, റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ക്യാപിറ്റൽ കോസ്റ്റ് ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ്. അതൊരു പ്രോഫിറ്റ് ആണ്. എന്താണ്, റിമൈൻസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എ ചാർജ് ഫോർ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അതായത് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഒരു മിനിമം റിട്ടേൺ നമ്മൾ കിട്ടണം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ആ മിനിമം റിട്ടേണിനെക്കാട്ടിലും കൂടുതലായിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും കൂടി നോക്കാം. എന്താണ്, കമ്പനി ഈസ് ജനറേറ്റിംഗ് റിട്ടേൺസ് എബവ് ദ മിനിമം റിക്വയേർഡ് റിട്ടേൺ. ഒരു മിനിമം ആവശ്യമുള്ള റിട്ടേൺ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള 1000 എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മിനിമം റിക്വയേർഡ് ആയിട്ടുള്ള റിട്ടേണിനെക്കാട്ടിലും കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യണ ആ ഒരു റിട്ടേണിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ മാത്രം വേരിയബിൾ കോസ്റ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണ് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാല്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യണ കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഒരു 100 യൂണിറ്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഒരു 100 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് 100 കിലോഗ്രാം മെറ്റീരിയൽ ആണ് എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, 200 പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം അതിനനുസരിച്ചിട്ട് മെറ്റീരിയലും കൂട്ടണം. എത്ര ആക്കണം, 200 കിലോഗ്രാം. അതായത് 200 കിലോഗ്രാം മെറ്റീരിയൽ അവിടെ കൂട്ടണം. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കിലോഗ്രാം മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഇനി 200 യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ 200 കിലോഗ്രാം മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ നമ്മൾ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുത്തുമ്പം അതിനനുസരിച്ചിട്ട് ഈ ഒരു കോസ്റ്റില് ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷനില് കോസ്റ്റില് ചേഞ്ചസ് വരികയാണെങ്കിൽ
അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പം ഇവിടെ ത്രൂപുട്ട് കോസ്റ്റിംഗിൽ പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽസിനെ മാത്രം വേരിയബിൾ കോസ്റ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്തെന്നെ ചേഞ്ചസ് വന്നാലും കോസ്റ്റ് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ മാത്രം വേരിയബിൾ കോസ്റ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക, ബാക്കി എല്ലാ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്ഷൻ റേറ്റ് മാക്സിമൈസ് ചെയ്യണയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ റേറ്റ് മാക്സിമൈസ് ചെയ്യണയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസ്, ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, അവിടെയുള്ള വർക്കേഴ്സ്, അവരെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. എന്താന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് എംപ്ലോയീസിന്റെ സ്കിൽസ്, നോളജ്, അവരുടെ കഴിവുകളെയൊക്കെ മെഷർ ചെയ്യണ പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അല്ലെ, ഇവിടെ നമ്മൾ എന്താണ് എംപ്ലോയീസിന് ഒരു വാല്യുബിൾ അസറ്റ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അല്ലെ, ചില ഓർഗനൈസേഷനൊന്നും ഹ്യൂമൻ റിസോഴ്സസിന് വലിയ പ്രാധാന്യം കൊടുക്കണില്ല. എല്ലാ കാര്യങ്ങളും മോണിറ്ററി ടേംസിലാണ് അവരെന്ത് ചെയ്യണത്, റെക്കോർഡ് ചെയ്യണത്. അല്ലെ, അപ്പം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാല് ഹ്യൂമൻ റിസോഴ്സസിന്റെ സ്കില്ല്, നോളജ് തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാ, മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസിനെ യൂസ് ചെയ്യുക മാനേജേഴ്സ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതാണ് ചുരുക്കിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മീനിങ്. ഓക്കെ, മാനേജേഴ്സ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസ് യൂസ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു ഡാറ്റാസ് അവരെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റാസിനെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റാസിനെയും മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് ആർ എമൗണ്ട് സെറ്റ് അസൈഡ്സ് ഫ്രം പ്രോഫിറ്റ് ഫോർ ഫ്യൂച്ചർ അൺസർട്ടൈൻ എക്സ്പെൻസസ് ഓർ ലോസസ്. ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചറിൽ വരുന്ന ലോസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോഫിറ്റിൽ നിന്നൊരു പോർഷൻ മാറ്റി വെക്കണീനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ്. ഭാവിയിൽ വരുന്ന ലോസസും എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റി വെക്കുക. നോൺ ലയബിലിറ്റീസ്, നമുക്ക് വരും എന്ന് ഉറപ്പുള്ള ലോസസും എക്സ്പെൻസസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാല് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാതെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറക്കണ ആ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാതെ ക്വാളിറ്റി അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കണ പ്രോസസ്സിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യണത്? അതായത് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുക, വേസ്റ്റേജ് കുറക്കുക, അതേപോലെ തന്നെ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ കുറച്ചുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കണ പ്രോസസ്സിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്. അപ്പം ഇത്രയാണ് കേട്ടോ. ഈ ഒരു 6 എണ്ണത്തില് 4 എണ്ണം എഴുതാനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഒരു 5 ലിമിറ്റേഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യന്. 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു 5 ലിമിറ്റേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതായത് ഈ ഒരു റേഷ്യോ അനാലിസിസ് ഒക്കെ പാസ്റ്റ് ഡാറ്റേന്റെ ബേസിസിലാണ് റേഷ്യോ അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ഡാറ്റേന്റെ ബേസിലായതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചറിലേക്ക് ഫോർകാസ്റ്റ് ചെയ്യാന് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മളുടെ പ്രഡിക്ഷൻസ് ഒക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പാസ്റ്റ് ഡാറ്റേന്റെ ബേസിലാണ് എന്ത് ചെയ്യണത്? റേഷ്യോ അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ
പ്രൊജക്ഷൻ, അതായത് ഫ്യൂച്ചറിലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ്. ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ആണ് ഓരോ കമ്പനീസും യൂസ് ചെയ്യുന്നത്. ഇപ്പം റൂൾസ് ഒക്കെ ഒന്നാണെങ്കിലും അക്കൗണ്ടിങ് റൂൾസ് എല്ലാ കമ്പനീന്റെ ഒന്നാവും, പക്ഷെ അക്കൗണ്ടിങ് പോളിസീസ് ഓരോ കമ്പനീന്റെതും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഷ്യോസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഡാറ്റാസ് കമ്പയർ ചെയ്യണത്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള കമ്പാരിസൺ ആവണം എന്നില്ല, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യാണ്. ഇപ്പം എംപ്ലോയീസിന്റെ ഒക്കെ മോറല്, മാനേജ്മെന്റിന്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും റേഷ്യോ അനാലിസിസ് കൺസിഡർ ചെയ്യണില്ല, അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് വിൻഡോ ഡ്രസ്സിംഗ്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനീസ് ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഒരു കമ്പനിക്ക്, ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് കുറവാണ്, അത് മറച്ചു വെച്ചുകൊണ്ട് അവര് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റിന് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വിൻഡോ ഡ്രസ്സിംഗ് വെച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഡാറ്റാസ് വെച്ചിട്ട് നമ്മള് ആ ഡാറ്റാസിനെ റേഷ്യോ അനാലിസിസ് നടത്തിയാൽ അതെന്താവൂല, ശരിയാവൂല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വിൻഡോ ഡ്രസ്സിംഗ് ഉള്ള ഒരു ഡാറ്റാസ് ആണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ശരിയായിട്ടുള്ള റേഷ്യോ അനാലിസിസ് നടത്താൻ പറ്റൂല. അതേപോലെ നോട്ട് സ്യൂട്ടബിൾ എലോൺ, അതായത് ഒരു ഡാറ്റ മാത്രം കിട്ടിയാൽ നമുക്ക് റേഷ്യോ അനാലിസിസ് നടത്താൻ പറ്റൂല. അപ്പം രണ്ട് ഡാറ്റാസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡാറ്റാസ് കിട്ടിയാൽ മാത്രമേ റേഷ്യോ അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. ഒരൊറ്റ ഡാറ്റ മാത്രം കിട്ടിയാൽ റേഷ്യോ അനാലിസിസ് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയണത്. ഇനി നെക്സ്റ്റ് വൺ, പിന്നെ വന്നിട്ടുള്ളൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ എന്താ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാ, ആക്ടിവിറ്റിന്റെ ബേസിൽ കോസ്റ്റിനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിനെ ആക്ടിവിറ്റിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ആ ആക്ടിവിറ്റിന്റെ കോസ്റ്റ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അതിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ബിസിനസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമതായിട്ട് ഈ ഒരു ആക്ടിവിറ്റിയുമായിട്ട് എന്തൊക്കെ കോസ്റ്റ് ആണോ ഉള്ളത്, ഓക്കെ, ഈച്ച് ആൾ കോസ്റ്റ് റിലേറ്റഡ് ടു ഈച്ച് ആക്ടിവിറ്റി ആർ ഗ്രൂപ്പ്ഡ്. അതായത് ഓരോ ആക്ടിവിറ്റിയുമായിട്ട് എന്തൊക്കെ കോസ്റ്റ് ആണോ ഉള്ളത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അപ്പം ഓരോ ആക്ടിവിറ്റീസിനും എന്തൊക്കെ കോസ്റ്റ് ആണോ ഉള്ളത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ആൻഡ് ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ഐഡന്റിഫൈ കോസ്റ്റ് ഡ്രൈവേഴ്സ്. ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ മറക്കരുത്. കോസ്റ്റ് ഡ്രൈവറിനെ ഐഡന്റിഫൈ ചെയ്യാം. അതായത് ആ ഒരു കോസ്റ്റ് വരാൻ കാരണം എന്താണ്, അതിനെ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു നമ്പർ ഓഫ് സെറ്റപ്പ് എന്നുള്ളത് ഒരു കോസ്റ്റ് ഡ്രൈവർ ആണ്. ഇപ്പം സെറ്റപ്പ് എന്ന് പറഞ്ഞാല് ഒരു മെഷീന് സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെഷീന് വേണം, ആ മെഷീന് സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം എത്രത്തോളം മെഷീൻസ് വേണോ അപ്പൊ അതിനനുസരിച്ചിട്ട് കോസ്റ്റ് കുറയും. ഇപ്പൊ മെഷീൻസ് കുറവാണെങ്കിൽ കോസ്റ്റ് കുറയും, മെഷീൻസ് കൂടുതൽ വേണമെങ്കിൽ കോസ്റ്റ് കൂടും. അപ്പം ഇവിടെ നമ്പർ ഓഫ് സെറ്റപ്പ് എന്നുള്ളത് കോസ്റ്റ് കൂട്ടാനും കുറക്കാനും ഉള്ളൊരു ആണ് അല്ലെ. ഇപ്പം മെഷീന് കൂടിയ കോസ്റ്റ് കൂടുന്ന് പറഞ്ഞു, മെഷീന് കുറഞ്ഞാൽ കോസ്റ്റ് കുറയുമെന്ന് പറഞ്ഞു. അപ്പോ നമ്പർ ഓഫ് സെറ്റപ്പ് എന്നുള്ളത് എന്താണ്, കോസ്റ്റ് ഉണ്ടാക്കാൻ, കോസ്റ്റിന് ഒരു കാരണമാണ്. അപ്പം അതൊരു കോസ്റ്റ് ഡ്രൈവർ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആക്ടിവിറ്റിന്റെയും കോസ്റ്റ് ഡ്രൈവറിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് എന്താ, കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ ആക്ടിവിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ്, ഈ ഒരു ഓരോ ആക്ടിവിറ്റിന്റെയും ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കോസ്റ്റ് ഡ്രൈവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ബൈ ടോട്ടൽ യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവറിന്റെ ടോട്ടൽ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
കോസ്റ്റ് പെർ ആക്ടിവിറ്റി കിട്ടും. എന്നിട്ട് അസൈൻ കോസ്റ്റ് ടു പ്രോഡക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ ഒരു കോസ്റ്റിനെ ഓരോ പ്രോഡക്റ്റിലേക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബേസ്ഡ് ഓൺ ഹൗ മച്ച് ഈച്ച് പ്രോഡക്റ്റ് യൂസസ് ദ ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയും ഈച്ച് പ്രോഡക്റ്റ് യൂസസ്, ഓരോ പ്രോഡക്റ്റും എത്രത്തോളമാണ് ഈ ഒരു ആക്ടിവിറ്റി യൂസ് ചെയ്യണത് എന്നുള്ള ബേസിൽ എന്ത് ചെയ്യാ, ഈ ഒരു കോസ്റ്റിനെ പ്രോഡക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ ഒരു എക്സാമ്പിളും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മെഷീന്റെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് 10 സെറ്റപ്പിന്റെ കോസ്റ്റ് ആണ് എന്ത്, 10,000 രൂപ എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് പെർ സെറ്റപ്പ്, അതായത് ഒരു സെറ്റപ്പിന് അപ്പൊ എത്രയാവും, 1000 രൂപയാവും. ഇവിടെ 10 സെറ്റപ്പിനാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, 10,000 കോസ്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റപ്പിന് 1000 രൂപയേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു എ എന്നുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സെറ്റപ്പ് ആണ് വേണ്ടത്. ഓക്കെ, 3 സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് എന്നുള്ളതാണ് ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ആക്ടിവിറ്റിയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ആകുമ്പം അതിന്റെ കോസ്റ്റ് എത്രയാവും, ഇപ്പം ഒരു സെറ്റപ്പിന്റെ കോസ്റ്റ് 1000 ആണ്, 10 സെറ്റപ്പിന്റെ കോസ്റ്റ് 10,000 ആണ്, ഒരു സെറ്റപ്പിന്റെ കോസ്റ്റ് 1000 ആണ്. ഇപ്പം എ എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സെറ്റപ്പ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയാണ്, 3 × 1000 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടുക, 3000 എന്നുള്ളത് കിട്ടും. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്.